അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത്. വളരെയധികം ശ്രേഷ്ഠതകൾ നിറഞ്ഞ ലൈലത്തുൽ ഖദ്റിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെടുക്കുന്ന നോമ്പുകളും നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും ഇഅ്തികാഫുകളും ദാനധർമ്മങ്ങളും ഇഫ്താറുകളും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അവസാന 10 ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ ധാരാളമായി പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലൈലത്തുൽ ഖദ്ർ? ഖദ്ർ എന്ന് പറഞ്ഞാൽ അതിന് ധാരാളമായി അർത്ഥങ്ങളുണ്ട്. ഒരു അർത്ഥം നിർണയിക്കുക, വിധിക്കുക എന്നൊക്കെയാണ്. മാനവരാശിക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും നിർണയിക്കുന്ന രാത്രി എന്നുള്ളതാണ് ഒരു അർത്ഥം. മറ്റൊരർത്ഥം തിങ്ങി നിറഞ്ഞത് എന്നൊരർത്ഥമുണ്ട്. വാനലോകത്ത് നിന്ന് മാലാഖമാർ വന്ന് ഭൂമി മുഴുവൻ നിറയും എന്നൊരർത്ഥമുണ്ട് ഖദറിന്. ലൈലത്തുൽ ഖദ്ർ വളരെ ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ സമുദായത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വളരെ പവിത്രമായ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു രാത്രി. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ 1000 വർഷത്തോളം ജീവിച്ചിരുന്നു. അദ്ദേഹം പകല് മുഴുവനും ധർമ്മസമരത്തിലാണ്, രാത്രി മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യന്റെ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ആശ്ചര്യമുണ്ടായി. 1000 വർഷം ജീവിച്ച ആ മനുഷ്യനോട്, 1000 വർഷം ജീവിച്ച് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്ത ആ മനുഷ്യനോട് എന്റെ സമുദായം എങ്ങനെ കടപിടിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിച്ചു. നമുക്കറിയാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ നബിമാർ, അവർക്കൊക്കെ ധാരാളമായിട്ട് ആയുസ് അല്ലാഹു തആല നൽകിയിരുന്നു. ഷൈഖുൽ അംബിയ നൂഹ് അലൈഹിസലാം 950 വർഷത്തിനു മുകളിൽ ജീവിച്ച നബിയാണ്. അവരുടെ സമുദായത്തിനും അതുപോലെ ആയുസ് അല്ലാഹു തആല നീട്ടിക്കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പത്തെ സമുദായങ്ങൾക്കൊക്കെ ധാരാളമായി വർഷം ജീവിക്കാനുള്ള അവസരം അല്ലാഹു തആല ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വർഷം ജീവിച്ച് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്ത ആളുകളോട് എങ്ങനെ എൻ്റെ സമുദായം കടപിടിക്കും ഇബാദത്തിന്റെ വിഷയത്തിൽ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63-ാമത്തെ വയസ്സിൽ വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ ആയുസ്സിനെ പറ്റി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എൻ്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വർഷങ്ങൾ ജീവിച്ച് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്ത ആളുകളോട് ചുരുങ്ങിയ ആയുസ് മാത്രമുള്ള എൻ്റെ സമുദായം എങ്ങനെ കിടപിടിക്കും, എങ്ങനെ തുല്യമാകും എന്നുള്ള ചിന്തയും ആശങ്കയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായപ്പോഴാണ് പരിശുദ്ധ ഖുർആനിലെ 97-ാമത്തെ സൂക്തം സൂറത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ആ സൂറത്തുൽ ഖദ്റിൽ പ്രതിപാദിക്കുന്നത് ലൈലത്തുൽ ഖദ്റിനെ കുറിച്ചാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് പരിശുദ്ധമായ ഖുർആനിനെ നാം അവതരിപ്പിക്കപ്പെട്ടു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് നബിയെ തങ്ങൾക്കറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് വെച്ചാൽ. 1000 മാസം എന്ന് പറയുമ്പോൾ നമ്മളത് വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 83 വർഷമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ആ ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ സജീവമാക്കുകയാണെങ്കിൽ, ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കുകയാണെങ്കിൽ, ആ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് നേടാനാവുന്നത് 83 വർഷത്തെ അമലാണ്.
83 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് എന്ന കാര്യം വളരെ ഗൗരവമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ ഈ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ കൂടുതലായും നാം പരിശുദ്ധമായ ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ആ ലൈലത്തുൽ ഖദർ കിട്ടാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. നിസ്കാരങ്ങൾ ധാരാളമായി നിർവഹിച്ച്, പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്ത്, ദിക്റുകൾ ധാരാളമായി ചൊല്ലി, മറ്റു ദാനധർമ്മങ്ങൾ നടത്തി, ഏതെല്ലാം നന്മകൾ നമുക്ക് ചെയ്ത് ആ ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ ആ രൂപത്തിൽ നാം അതിനെ ഉപയോഗപ്പെടുത്തി ആ ലൈലത്തുൽ ഖദർ കരസ്ഥമാകുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ അവസാനത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്കൊരു മാസം വരാനുണ്ട്, ആ മാസത്തിൽ ഒരു ദിവസമുണ്ട്, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ദിവസമാണത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാനിനെയും ആ റമദാനിലുള്ള ലൈലത്തുൽ ഖദറിനെ കുറിച്ചും സഹാബത്തിന് ഉത്ബോധനം നടത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധമായ ഈ ലൈലത്തുൽ ഖദറിനെ നാം ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കണം. ഇനിയുള്ള രാത്രികൾ, ഇനിയുള്ള ഓരോ നിമിഷങ്ങളും ലൈലത്തുൽ ഖദറാണ് എന്നുള്ള ചിന്തയിൽ നമ്മുടെ ഇബാദത്തിനെ നാം ചിട്ടപ്പെടുത്തണം, നമ്മുടെ ഇബാദത്തുകളെ നാം ക്രമീകരിക്കണം. ഇത്രയും ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് എന്തുകൊണ്ട് കൃത്യമാക്കിയില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സഹാബികൾക്ക് അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന സമയത്ത് 2 ആളുകൾ പരസ്പരം തർക്കിക്കുന്നത് കണ്ടു. അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ അറിവിനെ ഉയർത്തിക്കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് മറപ്പിച്ചു കളഞ്ഞു. അതൊരു നിലക്ക് നമുക്ക് അനുഗ്രഹമാണ്. കാരണം ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് ക്ലിപ്തമായി പറഞ്ഞിരുന്നെങ്കിൽ, നിജപ്പെടുത്തി പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ ദിവസം മാത്രമേ ഇബാദത്തുകൾ ചെയ്യൂ. മറിച്ച് അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ കൂടുതലായി പ്രതീക്ഷിക്കുക, അവസാനത്തെ ദിവസങ്ങളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് പൊതുവായി പറയുന്നതിലൂടെ എല്ലാ ദിവസവും ലൈലത്തുൽ ഖദർ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി നമ്മൾ ധാരാളമായിട്ട് ഇബാദത്തുകൾ അധികരിപ്പിക്കും. അത് ലൈലത്തുൽ ഖദറിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഒരാളുടെയും മരണ ഡേറ്റ് വ്യക്തമായി മുൻകൂട്ടി പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ഓരോ ദിവസവും മനുഷ്യൻ എപ്പം മരിക്കുകയാണെങ്കിലും ആ മരണത്തിന് സജ്ജമായ രൂപത്തിലുള്ള ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടിയാണ് മരണത്തിൻ്റെ ആ ഒരു സമയം പോലും മുൻകൂട്ടി അറിയിക്കാത്തത്. അതുകൊണ്ട് ഏത് സമയവും മനുഷ്യൻ മരണത്തെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ജീവിതമാക്കണം. പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് വ്യക്തമാക്കാത്തതിൻ്റെ രഹസ്യവും മനുഷ്യൻ ധാരാളമായി ഇബാദത്തുകളിൽ ഏർപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് വ്യക്തമായി അറിയിക്കാത്തത് നമുക്ക് അനുഗ്രഹമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഏതായാലും ഇനിയുള്ള രാത്രികൾ ഇബാദത്തുകളെ കൊണ്ട് ധാരാളമായി നാം ഇബാദത്തുകൾ ചെയ്ത് ആ രാത്രികളെ നാം ധന്യമാക്കണം. ധാരാളമായി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക, തസ്ബീഹുകൾ ചൊല്ലുക, തഹ്ലീലുകൾ ചൊല്ലുക, തഹ്മീദുകൾ നടത്തുക. അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ആ രാത്രികളെ സജീവമാക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ നാം സജീവമാക്കണം. പരമാവധി ഫർള് നിസ്കാരങ്ങൾക്ക് ജമാഅത്തിൽ കൃത്യമായി പങ്കെടുക്കുക. ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള റവാത്തിബുകൾ നിർബന്ധമായും നാം നിസ്കരിക്കുക. കാരണം പരിശുദ്ധ റമദാനിൽ ഒരു സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഫർളിന്റെ പ്രതിഫലമുണ്ട്. ഒരു ഫർളിനിക്ക് 70 ഫർളിന്റെ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതുകൊണ്ട് റവാത്തിബുകൾ ഒരിക്കലും മുടക്കാൻ പാടില്ല. ചിലരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇശാഇന്റെ റവാത്തിബ് ഒഴിവാക്കിയിട്ട് അവർ തറാവീഹ് നിസ്കരിച്ചും. നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, റവാത്തിബ് നിസ്കാരം വളരെ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. തറാവീഹ് നിസ്കാരത്തേക്കാൾ വളരെ പ്രതിഫലമുള്ളതാണ് റവാത്തിബ് നിസ്കാരം. അതുകൊണ്ട് റവാത്തിബുകൾ ഒഴിവാക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇനിയുള്ള ഈ ദിവസങ്ങളിൽ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ നാം മുറുകെ പിടിക്കണം. ഫർള് നിസ്കാരങ്ങളുടെ ശേഷവും മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറയുക.
അപ്പോൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ നമ്മൾ മഗ്രിബിന്റെ ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കുക. മഗ്രിബിന്റെ മുമ്പുള്ളതും ശേഷമുള്ളതുമായ റവാത്തിബ് നിസ്കാരങ്ങൾ നിർബന്ധമായും നിസ്കരിക്കുക. ശേഷം അവ്വാബിൻ നിസ്കാരം നിസ്കരിക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, കൂടിയാൽ 20 റക്അത്ത് അവ്വാബിൻ നിസ്കാരം, ഏറ്റവും ചുരുങ്ങിയത് 2, മിതമായ നിലയിൽ 6. എത്രയാണോ നമുക്ക് കഴിയുന്ന രൂപത്തിൽ അവ്വാബിൻ നിസ്കാരം നിസ്കരിക്കുക. ശേഷം നമ്മൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ മുൽക്ക് തബാറക് സൂറത്ത് പാരായണം ചെയ്യുക. എല്ലാ ദിവസവും ഒരു മുഅ്മിനായ മനുഷ്യൻ പാരായണം ചെയ്യേണ്ടുന്ന സുന്നത്തായ സൂറത്തുകളുണ്ടല്ലോ, ആ സൂറത്തുകളൊക്കെ നാം പാരായണം ചെയ്യുക. ഖൽബുൽ ഖുർആൻ ആകുന്ന സൂറത്ത് യാസീൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുർ റഹ്മാൻ പോലത്തെ സുന്നത്തായ സൂറത്തുകളൊക്കെ നമ്മൾ പാരായണം ചെയ്യുക. ഇശാഇന്റെ ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കുക. മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരങ്ങൾ നിസ്കരിക്കുക. തറാവീഹ് കൃത്യമായി നിസ്കരിക്കുക. തൻ്റെ ദോഷങ്ങളൊക്കെ ഇതിലൂടെ പൊറുക്കും എന്ന വിശ്വാസത്തോടുകൂടെ ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ അതിലൂടെ അവൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേവലം ഒരു കാട്ടിക്കൂട്ടലാവാതെ കൃത്യമായി ഇതിലൂടെ എൻ്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരണം എന്നുള്ള ചിന്തയോടെ ഉറച്ച വിശ്വാസത്തോടെ നാം നിസ്കാരങ്ങൾ നിർവഹിക്കണം. അതുപോലെ തസ്ബീഹ് നിസ്കാരത്തെ നാം ഇനിയുള്ള രാത്രികളിൽ നിസ്കരിക്കാൻ ശ്രമിക്കണം. നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോ റക്അത്തുകളിലും 75 തസ്ബീഹുകൾ ചൊല്ലി 4 റക്അത്തുകളിലായി 300 തസ്ബീഹുകൾ ചൊല്ലി നിസ്കരിക്കുന്ന നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ആ തസ്ബീഹ് നിസ്കാരത്തെ നാം നിർവഹിക്കാൻ ശ്രമിക്കണം. അതുപോലെ തഹജ്ജുദ് നിസ്കരിക്കുക. വിത്ർ 11 തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക. വിത്ർ നിസ്കാരം കൂടിയത് 11, ഏറ്റവും ചുരുങ്ങിയത് 1, മിതമായ നിലയിൽ ഒരു 3 നിസ്കരിക്കുന്നതാണ് അതിൻ്റെ ശൈലി. അപ്പോൾ നമ്മുടെ ആരോഗ്യം പരിഗണിച്ച് എത്രയാണോ നമുക്ക് കഴിയുന്നത് അത്ര നിസ്കരിക്കുക. ചുരുക്കത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഇനിയുള്ള രാത്രികൾ മുഴുവൻ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കുക. ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. എല്ലാ സെക്കൻഡുകളെയും എല്ലാ നിമിഷങ്ങളെയും നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ നാവുകളെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അനാവശ്യമായ ഒരു സംസാരങ്ങളിലും ഏർപ്പെടാതെ അള്ളാഹുവിന് ദിക്ർ ചൊല്ലാനും സ്വലാത്തുകൾ അധികരിപ്പിക്കാനും ഒക്കെ നമ്മുടെ നാവുകളെ നാം ഉപയോഗപ്പെടുത്തണം. മറ്റുള്ള അവയവങ്ങളെയൊക്കെ നാം വേണ്ടാത്തരങ്ങളിൽ നിന്നും മാറ്റി നിർത്തി എല്ലാ നിലയിലും പരിപൂർണമായും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങളെ നാം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിലും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും മലായികത്തിന്റെയും ഹസ്തദാനം ലഭിക്കുന്നവരിലും ഒക്കെ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.